നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ? എന്നാൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെറും 1 മിനിറ്റിൽ നിങ്ങളുടെ ആധാർ ഇപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ മൈ ആധാർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആധാറിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് വരും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് ജസ്റ്റ് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റ് അപ്ഡേറ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുകൾ ഭാഗത്തായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് ഡിസംബർ 14, 2023 വരെയാണ് ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. നിലവിൽ ഇപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2024 മാർച്ച് 14 ഇത് നീട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ അവിടെ മുകളിലൊന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ക്ലിക്ക് ടു സബ്മിറ്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആധാർ നമ്പറും ക്യാപ്ച കോഡും OTP അടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം വരും. അവിടെ നിങ്ങൾ ആധാർ നമ്പറും ക്യാപ്ചയും അടിച്ചിട്ട് ഒന്ന് സെൻഡ് OTP എന്നുള്ളത് കൊടുത്താൽ OTP വരും. അതിനുശേഷം OTP അടിച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ആവുന്നതായിരിക്കും. ആ പ്രൊഫൈൽ വഴിയാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ ഈ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈൽ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾ 2 MB താഴെയുള്ള 2 ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. JPG, PNG, PDF ഫോർമാറ്റിലുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. 2 ഡോക്യുമെൻറ്റ്സ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ആവുന്നതാണ്. അതിൽ ഒന്നാമത്തെ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ഒരു ഡോക്യുമെൻ്റ് ആയിരിക്കണം, അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് തെളിയിക്കുന്നതിന്. രണ്ടാമത്തെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്നതിന്. അപ്പോൾ ഈ 2 ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ എന്തായാലും ആദ്യത്തേത് നിങ്ങളുടെ ഫോട്ടോ പതിച്ച ലൈസൻസോ ID കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് കൊടുക്കുക. രണ്ടാമത്തേത് നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് തെളിയിക്കുന്നതിനായിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ്സ് കൂടി കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ആവുന്നതായിരിക്കും.